ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഞാൻ കുറച്ച് വാൻഡ വാങ്ങിച്ചിട്ടുണ്ട്. ഷിയാദിൻ്റെ അവിടെ നിന്നാണ് വാൻഡകളാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അതിൻ്റെ പൂക്കളൊക്കെ ഞാനിവിടെ ഇട്ട് കാണിച്ചു തരാം. കാണാമല്ലോ നമുക്ക് കേട്ടോ. നമ്മൾ ആനിച്ചേച്ചിൻ്റെ രണ്ട് ആനിച്ചേച്ചിമാരെ വീട്ടിലും വാൻ്റെയും മുക്കാറേയും പൂത്ത് നിൽക്കുന്നുണ്ടപ്പോൾ വാൻ്റക്കും മുക്കാറക്കും ഒരാഗ്രഹം. വീട്ടിലിങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ എപ്പോഴും പൂവുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ആനിച്ചേച്ചി വാൻ്റെയും മുക്കാറൊക്കെ പോട്ട് ചെയ്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ളതും ഞാൻ പോട്ട് ചെയ്തിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. വാൻ്റമേലൊക്കെ നിറയെ പോട്ട് ചെയ്തതുകൊണ്ട് എപ്പോഴും പൂവ് വരുന്നുണ്ട്. പോട്ട് ചെയ്ത് വെക്കുകൊണ്ട് തന്നെ അതൊക്കെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. നല്ല വേരൊക്കെ അതിൻ്റെ വേരൊക്കെ നല്ല ഇതിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്ന്. ഇതൊരു ടെറേറ്റ് വാൻ്റെയാണ്. പിങ്ക് യെല്ലോ ടൂ ടോൺ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഇതിൻ്റെ പൂവ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. നോക്ക് ഇതിൻ്റെ പൂവ് കേട്ടോ, നമുക്ക് കാണാമല്ലോ. നല്ല നല്ല ഹെൽത്തി ആയൊരു പ്ലാന്റ് അല്ലേ. ടെറേറ്റ് വാൻ്റെ ഇവിടെ പൂത്ത് എപ്പോഴും ഒരു പിങ്കിൽ ഇവിടെ എപ്പോഴും പൂവുണ്ടാവുമല്ലോ. അതേപോലെയാണ് കേട്ടോ. ആനി ചേച്ചിൻ്റെ അവിടെ കണ്ടില്ലേ ടെറേറ്റ് വാൻ്റെ നിറച്ച് പൂത്തിക്കണത്. അപ്പോൾ അതിൻ്റെ ശേഷമാണ് എനിക്കിങ്ങനെ ടെറേറ്റ് വാൻ്റെ എപ്പോഴും പൂവുണ്ടാവും എന്ന് തോന്നിയിട്ട് ഞാൻ അതിൻ്റെ വേറെ കളറ് വാങ്ങിച്ചത് കേട്ടോ. പിങ്ക് ഇവിടെ ഉണ്ട്. ഇത് അതിൻ്റെ എന്താണ് വൈറ്റും പിങ്കും കൂടിയ ഒരു പൂവാണ് കേട്ടോ. പൂവ് വാടിക്കുന്ന ഒരൊറ്റ പൂവേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന്മേലുള്ള ആ പിങ്ക് ലൈറ്റ് പിങ്കാണ് അത് കാണാത്ത കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ പൂവ്. പിങ്ക് യെല്ലോ ടൂട്ടൺ. അത് പിന്നെ കുറച്ച് വാടിയതുകൊണ്ടാണ് ഈ എന്താണ് പിങ്ക് അതിൽ കാണാത്തത്. ഞാൻ അതൊന്നാണ് കട്ട് ചെയ്ത് കൊടുത്തു. കാരണം വാടി നിൽക്കല്ലേ. അപ്പോൾ എന്നാലും അടുത്ത വേര് പെട്ടെന്ന് പൊട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൂവ് വാടിക്കുന്നതും അതിൻ്റെ തണ്ടൊക്കെ വെട്ടിക്കളയണമല്ലോ എന്ന് കരുതിയിട്ട് ആ പൂവൊന്ന് വെട്ടിക്കളഞ്ഞു കേട്ടോ. വെട്ടിക്കളഞ്ഞിട്ട് പൂട്ട് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. നല്ലോണം പൂവുള്ള വെട്ടിക്കളയരുത്. അത് വാടിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഈ ഒരു പ്ലാന്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. നിറയെ വേരൊക്കെ ഉള്ളൊരു പ്ലാന്റാണ്. നല്ല ഉഷാറായൊരു പ്ലാന്റ്. ഇതും വാൻഡ് തന്നെയാണ്. നല്ല റൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് നല്ല അടിപൊളി റൂട്ടുകളുണ്ട്, നല്ലോണം ഉണ്ട്. ഇതാണ് കേട്ടോ ആ പ്ലാന്റിൻ്റെ പൂവ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതാണ് അതിൻ്റെ പൂവ് കേട്ടോ. ഉണ്ടല്ലോ. ഇനിയിപ്പോൾ അടുത്ത പ്ലാന്റ് ഏതാ നോക്കുക. ഇനിയിപ്പോൾ അടുത്ത പ്ലാന്റ് ഒന്ന് കാണാം കേട്ടോ. അങ്ങനെ ഉണ്ട് നോക്കുക. ഈ പ്ലാന്റ് വലിപ്പമൊന്നുമില്ല, ചെറിയൊരു പ്ലാന്റാണ്. പക്ഷേ വേരൊക്കെ നല്ല അടിപൊളി വേര്. അതുപോലെ കണ്ടൊരു മുട്ടുണ്ട് കേട്ടോ. നല്ലൊരു മുട്ടുണ്ട്. നല്ല നീളത്തിലുള്ള വേരാണ് കേട്ടോ അതിന്. കണ്ടില്ലേ, അതേമാതിരി ചുറ്റി വെച്ചൊക്കെയാണ്. അതങ്ങോട്ട് എടുത്തിട്ടാൽ നീളത്തിൽ കിടക്കൂട്ടോ. നല്ല ഒരു 1.5 മീറ്റർ നീളമുള്ള വേരാണ് അതിനുള്ളത് കേട്ടോ. ഇനി അതിൻ്റെ പൂവ് ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. നല്ലൊരു പ്ലാന്റ് തന്നെയാണ് അതും. അതിൻ്റെ പൂവൊക്കെ ആണ് നല്ല ഭംഗിയുള്ളൊരു പൂവ്. ഭംഗിയില്ലേ കാണാൻ. ഇതാണ് അതിൻ്റെ പൂവ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഇതാണ്. കണ്ടോ, അത് പൂവ് കൊടുക്കാൻ തന്നെയാണ് അയച്ചു തന്നിരിക്കണത്. പിന്നെ അതിൻ്റെ പൂവ് ഇവിടെ ഇടുണ്ടല്ലോ. അത് നല്ല ഒരു പ്ലാന്റ്. നല്ല ഹെൽത്തിയായ നല്ല ഒരു കൊല പൂവൊക്കെ ഉണ്ടായിട്ട് പൂവ് ആടിയിട്ടുമില്ല. നല്ല ഹെൽത്തിയായൊരു പ്ലാന്റ് കേട്ടോ. പേരൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുന്നുണ്ടല്ലോ അല്ലേ. ഞാൻ വായിച്ചപ്പോൾ ചിലപ്പോൾ സുകുമാരനെന്നും സൻസുമാരനെന്നൊക്കെ കേൾക്കാറ്. അപ്പോൾ നിങ്ങൾ തന്നെ വായിച്ചെടുത്തോളി. സുകുമാരനെയും ഇന്നസെൻറ്റിനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തന്നെയാണ് വായിച്ചാൽ ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. സൻസുമാരൻ അങ്ങനെ എന്തൊക്കെയാണ്. അതെല്ലാം നിങ്ങൾ വായിച്ചെടുത്താളിയേ.
നല്ല ഭംഗിയില്ലേ പൂ കാണാൻ? നല്ല ഹെൽത്തി ആയ പ്ലാന്റുമാണ്. ഇനി ഒരു പ്ലാന്റും കൂടിയുള്ളൂ, ഇതും കൂടി നോക്കുക. ഇതിൻ്റെ പൂവാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പൂവേ. ഇത് 2 പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഒരു ദീപത്തിൻ്റെ 2 പ്ലാന്റ്, ഒരേ വലുപ്പത്തിലുള്ള 2 പ്ലാന്റ്. ഇത് നല്ല സൂപ്പർ പ്ലാന്റാണ്. ഇങ്ങനെ നമുക്ക് അപൂർവമായിട്ടേ കിട്ടുള്ളൂ. ചെറിയ കിക്കീസൊക്കെ അതിന്മേൽ പൊട്ടി വരുന്നുണ്ടാവും, പക്ഷേ ഇതിന്മേൽ 2 പ്ലാന്റ് ഒരേ വലുപ്പത്തിലാണ് കേട്ടോ. വൈറ്റ് ഗ്രീനാണ്, ഡബിൾ എഴുതി. ചിലപ്പോൾ ഡബിൾ 2 ഉണ്ടായിട്ടാണോ ഡബിൾ എഴുതിയത്, ഇനി പൂവിൻ്റെ പേരാന്നൊക്കെ അറിയില്ല കേട്ടോ. ഇനി അങ്ങനെയൊന്നും എനിക്കറിയില്ല, എങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കണതെന്നൊന്നും എനിക്കറിയില്ല. കണ്ടല്ലോ, നല്ല 2 പ്ലാന്റ് കേട്ടോ. ഒന്നുമ്പോൾ തന്നെ 2 എണ്ണമാണ്. വൈറ്റ് ഗ്രീൻ കേട്ടോ. പൂവോ ദാനി ചേച്ചിൻ്റെ കൂടെ അങ്ങോട്ട് വിരിഞ്ഞ് നിന്നിട്ടേ കണ്ണ് മഞ്ഞളിച്ചിക്കണ്. അത്രയും രസത്തിൽ ആനി ചേച്ചിൻ്റെ കൂടെ വലിയ പ്ലാന്റുമ്പോൾ വിരിഞ്ഞ് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാ പ്ലാന്റും കണ്ടില്ലേ? ഷാറാണ് കേട്ടോ എല്ലാ പ്ലാന്റും. അതിന്മേലും ഒരു തെയ്യ് വരുന്നുണ്ട്, പക്ഷേ അടിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത്രയും പ്ലാന്റുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ സാഫ് കലക്കിയ വെള്ളത്തിലൊന്ന് മുക്കി വെച്ച് അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. സാഫ് വെള്ളം കലക്കി വെച്ചിട്ട് അതിലൊക്കെ ഒന്ന് മുക്കി മാറ്റി വെക്കുക. എന്നാൽ പിന്നെ നമുക്ക് ആക്കം പോലെ പോട്ട് ചെയ്താൽ മതിയല്ലോ. കണ്ടില്ലേ, എല്ലാ പ്ലാന്റും കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എല്ലാതും കണ്ടു. നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച പ്ലാന്റുകളാണിത് കേട്ടോ. എല്ലാതും കണ്ടല്ലോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.